എല്ലാവർക്കും നമസ്കാരം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പോ പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശ കളിക്കല്ലെന്ന് ഒറിജിനാലിറ്റി ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല. ചോര എന്റെ മോഹത്തിന് ഭാവമായിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീർത്തും നനച്ചും ആഹാരം കൊണ്ട് അരിവുള്ളൂ. ഇത് നന്നായിണ്ടേ. ഓ ദൈവമേ. అందరికీ നമസ്കാരം. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആന്തരിക്ക് നമസ്കാരം. മൂക്കിലൊരു കുരു വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരുമാതിരി മുല്ലപ്പെരിയാറ് പൊട്ടിയ പോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ സംസാരം. മിസ്അണ്ടർസ്റ്റാൻഡിങ്, വെറും മിസ്അണ്ടർസ്റ്റാൻഡിങ്. മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമ്മളൊരു കാര്യം പറയുന്നു, അപ്പുറത്ത് നിൽക്കുന്നവൻ അത് അവന് തോന്നിയ രീതിയിൽ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയാൻ പോകുന്നു, അതിനിടയ്ക്ക് തന്നെ അവന് തോന്നിയ രീതിയിൽ മനസ്സിലാക്കുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. വീഡിയോയുടെ എടുക്കാൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് കണ്ട 37.7% ആളുകൾക്കും ഒരേ റിയാക്ഷൻ ആയിരുന്നു. അത് പിന്നെ കുഴപ്പമില്ല, കാരണവന്മാരായിട്ട് ചെയ്തു വെച്ച ഓരോ പുണ്യങ്ങള്. ഇന്താള് വേറെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 37.7% കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 52.3% ആളുകളുണ്ട്. അവരുടെ റിയാക്ഷൻ വേറെ രീതിയിലായിരുന്നു. അവരാകെ തകർന്നു പോയി. പക്ഷേ ഭസ്മം മേടിക്കാൻ പോകുന്ന വഴിക്ക് ഭസ്മാസുരം പടിയായി കഴിഞ്ഞാൽ അങ്ങനെ പെണ്ണുമ്പിളക്കി കൂട്ടിരിക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും കടമയാണല്ലോ. അതുകൊണ്ട് അങ്ങേര് പോട്ടെ, ഞങ്ങളുടെ കൂടെ പോരെ എന്നൊക്കെ പറഞ്ഞ് വന്നവരുണ്ട്. അവരുടെ അടുത്തൊക്കെ എന്റെ പിള്ളേർ എന്താ പറഞ്ഞെന്നറിയോ? ഫാൻസ്, ഡൈ ഹാർഡ് ഫാൻസ്. പക്ഷെ ശരിക്കും ഞാൻ ആ വീഡിയോയിൽ പറയാൻ വന്നത് വെറും 20% പേരെ മനസ്സിലാക്കിയുള്ളൂ. പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞവർക്കും, പോയാൽ കുഴപ്പമാണെന്ന് പറഞ്ഞവർക്കും, പോയില്ലെന്ന് നേരത്തെ അറിയാവുന്നവർക്കും വേണ്ടി ആ സംഭവം ഒരിക്കൽ കൂടി. ഞാൻ വീഴ്വേൻ എന്റെ നെനത്തന്മാരൊക്കെ ഇവിടെ വാടാ, പോലീസ് എന്നെ ജീപ്പി കയറ്റി കൊണ്ടുപോകുമ്പോൾ നീയൊക്കെ എനിക്ക് ടാറ്റ തരുമല്ലേ? അപ്പൊ ഇപ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇത് വന്ന് ഫേസ് 3. ഇനി ഫേസ് 3 എന്താണെന്നൊന്നും ചോദിച്ചോണ്ട് വരരുത്. അപ്പൊ നമ്മൾ ഈ 1 കടന്ന് 2 കടന്ന് 3 കഴിയുമ്പോഴത്തേക്ക് ആരെ വെച്ച് തുടങ്ങണമെന്നുള്ളൊരു സംശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ സീസണിലെ ഉദ്ഘാടന കളിയാണല്ലോ, അപ്പോൾ ഒരു കില്ലാടിയെ തന്നെ കൊണ്ടുവരണം. അങ്ങനെ ഞാൻ എന്റെ സംശയം ആസ്ട്രോ ടോക്കിലെ തിരുനെൽവേലി തില്ലാരങ്കടി സ്വാമികളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ 3-ാം പക്കം വന്നിട്ടും 2-ാം പക്കം ഒറ്റവട്ടം മാത്രം വന്നിട്ടുള്ള ഒരാളുണ്ടാവും, അയാളെ കൊണ്ടുവന്നാൽ എല്ലാം ഭംഗിയാവുന്നു. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നോമോ അങ്ങ് വിചാരിച്ചു. എന്താ അപ്പൊ ചലഞ്ചിങ് സ്റ്റാർ അങ്ങേരിപ്പ പടം ചെയ്യുന്നില്ലടോ. ഓ, നമ്മുടെ ബെല്ലം സാറിന് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ഇൻട്രോ നമ്മൾ ബസൂക്കയിൽ തന്നെ കൊടുത്തു. ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ആ വീഡിയോയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പറയാനും മാത്രം ബെല്ലം സാറൊന്നും ചെയ്തിട്ടില്ല. അല്ല, അതിൽ ബെല്ലം സാറിന് അങ്ങനെ ദണ്ണവും ഇല്ല. പക്ഷെ അങ്ങനെ ആദ്യം ചെയ്തൊരു പടം ഉണ്ടായിരുന്നു, അല്ലുടു സീനു എന്നായിരുന്നു പടത്തിന്റെ പേര്. സമന്തയൊക്കെ ആയിരുന്നു നായിക. പോരാത്തതിന് തമന്നയുടെ ഐറ്റം ഡാൻസ് വേണമാ ഡാൻസ് ഇருக்கு, ഫൈറ്റ് വേണമാ ഫൈറ്റ് ഇருக்கு, ഇക്കളിട്ടാലും ചിരി വരാത്ത തമാശ വേണമാ അതും ഇருக்கு. ഇതെല്ലാം കൂടി ചേർത്ത് 40 കോടിയിലോളം സദ്യയിൽ കഥയില്ല ലോജിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തെലുങ്കന്മാരായ ഇലമടക്കി അണ്ണന്റെ മുഖത്ത് തന്നെ തേച്ചൊട്ടിച്ചു. സദ്യ വർക്കാവത്തോണ്ട് പിന്നെ ബിരിയാണി, പിരിയിളകിയാണി, ഫ്രൈഡ് റൈസ്, സാധാ റൈസ് എന്നും പറഞ്ഞ് ഒന്നിന് പുറകെ ഒന്നായി ഇറങ്ങിയ 6 പടങ്ങൾ വരിയായിട്ട് പൊട്ടിയപ്പോഴത്തേക്കും ആദ്യം ഇറങ്ങിയ ഈ സദ്യ എല്ലാവർക്കും ഒരു മാസ്റ്റർ പീസ് പോലെ തോന്നി. അങ്ങനെ അതേപോലെ ഒരു സിനിമ ചെയ്യാനായിട്ട് വാഴയില മാറ്റി ചേമ്പലയിൽ വിളമ്പിയ സദ്യയുടെ പേരാണ് അല്ലുടു അഥുർസ്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ബെല്ലവണ്ണം ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ കാണാതെ വേണം ചിലത് കാണാനെന്ന് അറിയാവുന്ന അത്ര ചെറുത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അണ്ണന്റെ തെറിച്ചു പോയ കൂടെ ഒരു കൊച്ചു തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു ഇരിപ്പോശം ഇങ്ങനെയാണ്. അതായത് ഇവന്റെ കയ്യിൽ നിന്ന് എന്ത് കളഞ്ഞു പോയാലും അതെല്ലാം ഇവള് ചെന്ന് പട്ടിയെ പോലെ പൊക്കിയെടുത്തുകൊണ്ടെന്ന് ഇവന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കും. അവന്റെ കയ്യിൽ നിന്ന് കുട പോയാൽ തിരിച്ചു കൊടുക്കും, ബോൾ പോയാൽ തിരിച്ചു കൊടുക്കും. എന്തിന്? അവൻ തിന്നോണ്ടിരുന്ന എല്ലുണ്ട താഴെ പോയി കഴിഞ്ഞാൽ ലവള് കടിച്ചുകൊണ്ടിരുന്ന അവലോസുണ്ട് എടുത്ത് തിരിച്ചു കൊടുക്കും. പക്ഷെ എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കൊണ്ട് മാത്രം ഇരിക്കുന്നവനെ ഒരുത്തിക്ക് ഒരു കാലത്തും ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ കുട്ടി വല്ലം അവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണമെന്ന് തീരുമാനിക്കും. അങ്ങനെ കാത്തിരുന്ന് കാല് തന്നെ അവളുടെ ബാലൻസ് പോകുമ്പോൾ അണ്ണൻ ചെന്ന് സപ്പോർട്ട് കൊടുക്കും. എപ്പിടി ഐഡിയ. പക്ഷെ ആളുകളുടെ ദയനീയാവസ്ഥ മുതലെടുത്ത് അവർ ചോദിക്കാത്ത സാധനം അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. മാത്രമല്ല ബെല്ലവണ്ണന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വല്ലതും മേടിച്ച് നക്കേണ്ട ഗതികേടൊന്നും അവക്കില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് അങ്ങോട്ടൊരു മഞ്ഞ ബാൻഡ് അപ്പൊ തന്നെ ഇട്ട് കൊടുക്കും. പിന്നെന്താ, നന്നായി കളിച്ച് കഴിഞ്ഞാൽ കൈ കൊടുക്കും, ബസ്സിലിരുന്ന് ടാറ്റ കൊടുക്കും, അങ്ങനെ. പക്ഷെ ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ഇവള് ഇവന്റെ ഈ ഗ്രഹണി പിടിച്ച ഡാൻസ് കണ്ടിട്ടാണോ എന്താണോ എന്ന് അറിഞ്ഞൂടാ,
പെട്ടെന്നൊരു ദിവസം ഒരു അക്ഷരം പോലും മിണ്ടാതെ അങ്ങ് നാട് വിടും. കുട്ടി ബെല്ലത്തിന്റെ കുട്ടി ഹൃദയം തകർന്നു പോയി. അതുകൊണ്ട് അവൻ അപ്പം തന്നെ ഫ്രണ്ട്സിനെ എല്ലാം കൂടെ വിളിച്ച് ഇനി പെണ്ണുങ്ങളെ പ്രേമിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യിപ്പിക്കും. കൊട കിട്ടിയത് ഇവന്, പന്ത് കിട്ടിയത് ഇവന്, അവലോ സുണ്ട കിട്ടിയത് ഇവന്, തേപ്പ് കിട്ടിയത് ഇവന്. പക്ഷെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഫ്രണ്ട്സും കൂടെ ചേർത്ത്. അപ്പോൾ വെറും പട്ടി വിലയല്ലേ ഇവൻ ഫ്രണ്ട്സിന് കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ പെണ്ണുങ്ങൾ ഒഴിച്ച് എല്ലാവർക്കും ഇവൻ പട്ടി വിലയാണ് കൊടുക്കുന്നത്, ഇന്ത്യൻ റെയിൽവേക്ക് വരെ. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്റർസിറ്റി എക്സ്പ്രസും പാട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസും ഒരുമിച്ച് വരുന്ന ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഇല്ലാത്ത ഉന്തുവണ്ടി ഗ്രാഫിക്സിൽ ഉണ്ടാക്കിയിരുന്ന അത് ഇടിച്ച് തെറിപ്പിച്ച് സ്റ്റേഷനിൽ വന്ന് സ്റ്റൈലായിട്ട് നിൽക്കുന്ന ബെല്ലോണിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. പ്രതിജ്ഞ ചെയ്തിട്ടും പെണ്ണിന് മെസ്സേജ് അയച്ച കൂട്ടുകാരനെ വീട്ടുകാരുടെ മുന്നിലിട്ട് വെട്ടി കൊല്ലുക. കൊല്ലല്ലേ എന്ന് വീട്ടുകാർ കൊല്ലാതെ പറ്റില്ലെന്ന് ബെല്ലോണ്. പക്ഷെ അവർ ആ കോൺട്രാക്റ്റിൽ അങ്ങോട്ട് സൈൻ ചെയ്യുന്നതിന് മുന്നേ നൻപനെ കൊല്ലാനായിട്ട് വേറൊരു ഗ്രൂപ്പ് വരും. കൊല്ലണമെന്നല്ലേ ഉള്ളൂ, ആര് കൊന്നാൽ എന്താണെന്ന് പറഞ്ഞ് ബെല്ലോണും വെട്ടുകത്തി അവർക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഡോറ ബുജിയെ പോലെ പ്ലാറ്റ്ഫോം വഴി ഓടും. എന്നിട്ട് ഇട്ടുകൊടുത്ത കത്തിയുടെ ലൈസൻസിൽ ഗുണ്ടകൾ നൻപനെ പൂശാൻ വരുമ്പോൾ അതിന്റെ ഇടയിലും കയറി ചെന്ന് ബെല്ലോണ സപ്പോർട്ട് കൊടുക്കും. കണ്ടാ, ആ ട്രോമയൊന്നും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. എന്താണെങ്കിലും ഒരേ സമയം കൊല്ലാനും സപ്പോർട്ട് കൊടുത്ത് കൊല്ലേണ്ടവനും സപ്പോർട്ട് കൊടുക്കാൻ നിനക്കെന്താ മറ്റേ ക്രിമിനഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ ബെല്ലോണ്ണം പറയാ, എന്റെ ഫ്രണ്ടിനെ ഞാൻ കൊല്ലാൻ നോക്കും, ഒരു പട്ടിയും ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്റെ ഫ്രണ്ടിനെ ആരെങ്കിലും കൊല്ലാൻ നോക്കിയാൽ ഞാൻ ചോദിക്കും സാറേ. ഓക്കെ ഐ ഡോണ്ട് തിങ്ക് ഹീസ് നോർമൽ. അണ്ണൻ നോർമൽ അല്ലെന്ന് മാത്രമല്ല നല്ല ഒന്നാം തരം കർപ്പൂരം അണ്ടനുമാണ്. ഇപ്പൊ തന്നെ ഈ നൻപനെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചല്ലോ. ആൻഡ് ഈ ഗുണ്ടകൾക്ക് ഒരു ഓണർ ഉണ്ട്, പ്രകാശ് രാജ് സാർ. അങ്ങേറെ മോക്ക് മെസ്സേജ് അയച്ചാനാണ് ഇവനെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ അയച്ചത്. അപ്പൊ നമ്മുടെ ബെല്ലോണൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടകൾ വന്ന വണ്ടി തന്നെ അവന്മാരുടെ കൂടെ തിരിച്ചു കയറി ചെന്ന് പൊട്ടനെ പോലെ അഭിനയിച്ച് നൻപൻ അയച്ച മെസ്സേജിന് മാപ്പ് പറയും. പക്ഷെ അപ്പോഴാണ് ബെല്ലോണന് പ്രകാശ് സാറിന്റെ മോളെ കണ്ട് ഇഷ്ടമാവുന്നത്. അപ്പൊ തന്നെ ബെല്ലോണം ബെല്ലടിക്കുന്ന അഭിപ്രായം മാറ്റും. അങ്ങേരെ ആ സ്പോട്ടിൽ പറയും നൻപനല്ല അങ്ങേരാണ് മെസ്സേജ് അയച്ചത്. അല്ലെന്നാ അപ്പൊ ആ സ്കൂളിൽ വെച്ചെടുത്ത പ്രതിജ്ഞ. That was in high school. It's not like it was binding forever. Then why did it have the word eternity in it? പിന്നെ അണ്ണൻ അങ്ങോട്ട് അണ്ണന് വേണ്ടി തന്നെ കല്യാണാലോചന തുടങ്ങും. നൻപം മെസ്സേജ് അയച്ച പെണ്ണാണെന്ന് ആലോചിക്കണേ. അപ്പോൾ ബെല്ലോണ്ണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് കണ്ടാൽ തോന്നുന്ന പോലെ വെറും ഒരു പൊട്ടനല്ല. അങ്ങേർക്ക് 10 കോടി രൂപ ടേൺ ഓവർ വരുന്ന ഒരു കമ്പനിയുണ്ട്. ഇത്രയും ലാഭം വരാൻ മാത്രം എന്ത് പപ്പടമാണ് അങ്ങേരെ അവിടെ ചുട്ടു കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾ അണ്ണൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അണ്ണൻ ഇതിന് പുഷ്പം പോലെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു തരും. ഉദാഹരണത്തിന് അണ്ണൻ്റെ അടുത്തൊരു ഫ്ലാറ്റ് കമ്പനിക്കാർ വന്നു. എന്നിട്ട് പറഞ്ഞു അവർക്ക് കുറച്ച് ഫ്ലാറ്റ് പണിയണം, അതിനുള്ള സ്ഥലമുണ്ട്, പക്ഷെ അതിൻ്റെ ഒത്ത നടുക്ക് ഒരു കായലുണ്ട്. ഇവിടെ ഇപ്പം എങ്ങനെ ബിൽഡിംഗ് പണിയും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. 1.5 കൊല്ലം ആലോചിച്ചാലും കിട്ടാത്ത സൊല്യൂഷൻ അണ്ണൻ വെറും ഒറ്റ മാർക്കർ കൊണ്ടുണ്ടായി കൊടുത്തു. കായലിന്റെ ചുറ്റും ബിൽഡിംഗ് പണിഞ്ഞാൽ പോരെ, കായലും സേഫ് ഫ്ലാറ്റും സേഫ്. Environment is more important than development. അപ്പൊ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ബെല്ലോണൻ ഇങ്ങനെ മെല്ലെ മെല്ലെ മാപ്പിളയാവാനുള്ള യോഗ്യത അവതരിപ്പിച്ചപ്പോൾ വലിയ ഗുണ്ടയായ പ്രകാശ് സാറിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങേര് ഉടനെ തന്നെ സഹഗുണ്ടകളോട് അവനെ വെട്ടിക്കൊല്ലാൻ ആവശ്യപ്പെടുന്നു. അങ്ങേരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ കാര്യത്തിൽ ഞാൻ അങ്ങേരോട് അവന്റെ നാക്ക് വേണം ആദ്യം അരിഞ്ഞെടുക്കാൻ. പിന്നെ അഖിലേന്ത്യാ തൊഴിലുറപ്പ് ഹോങ്കോങ് കൺവെൻഷനിൽ ഉച്ചയ്ക്കാണെന്ന് ഉച്ചകോടിയിൽ ഒപ്പിട്ട പോലെ 10 അതിൽ കൂടുതലോ ഗുണ്ടകളുള്ള റൂമിലാണ് അടി നടക്കുന്നതെങ്കിൽ ഓരോ ഗുണ്ടയും മന്ദം വന്ന് അടി വാങ്ങി പോകണ്ടാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ബെല്ലോണൻ ഇതൊരു മാതിരി പുല്ല് എത്തുന്ന പോലത്തെ കേസേ ഉള്ളൂ. പുല്ലൊക്കെ ചെത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ പുല്ല് വെട്ടാൻ പറഞ്ഞവനോട് കൂലി ചോദിക്കുന്ന സീനാണ് അടുത്തത്. ഇഷ്ടപ്പെട്ടില്ല? അത് അതിന്റെ ഓർഗാസ്മിക് താളത്തിൽ കാണാതുണ്ടാ. ഇതൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ ഈ കച്ചേരിക്ക് ശേഷം ബെല്ലോണൻ അവിടെ നിന്ന് എടുത്ത് ചാടിയിട്ട് നേരെ കമ്മീഷണർ ഓഫീസിന്റെ മുകളിൽ കയറി നിൽക്കും. അവിടെ നിന്ന് എടുത്ത് ചാടാൻ. ഇനി ഈ തീപ്പട്ടി കൂടി കണ്ടിട്ട് ഇത് കമ്മീഷണർ ഓഫീസ് തന്നെയാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാനായിട്ട് അവർ വളരെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി ശിവകാശി പ്രസ് ചെയ്യുന്ന ഒരു ഫ്ലെക്സ് അടിച്ചുകൊണ്ടെന്ന് തൂക്കിയിട്ടുണ്ട്. എന്തായാലും ബെല്ലോണൻ ഇവിടുന്ന് ചാടാതിരിക്കണമെങ്കിൽ പ്രകാശ് സാറിനെ വിളിക്കണമെന്ന് ഇവൻ കമ്മീഷണറോട് പറയും. കമ്മീഷണർ വിളിക്കും, പ്രകാശ് സാർ വരും. അപ്പൊ ബെല്ലോണം വീണ്ടും എപ്പോഴത്തെയും പോലെ പ്ലേറ്റ് മാറ്റി അതിന്റെ മുകളിൽ കയറി മോന്ത വെച്ച് മോഹിനിയാട്ടം കാണിക്കും. ബെല്ലോണം പറയും പ്രകാശ് സാറിൽ അവനെ അങ്ങേറെ മോളെ പ്രേമിക്കാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നൊന്നും യവൻ അതിൽ തീരെ താല്പര്യമില്ലെന്നും. ഇത് കേട്ട കമ്മീഷണർ കുടുംബശ്രീ യോഗത്തിൽ വായ്പ എടുക്കാൻ പോലും ആരും ഉപയോഗിക്കാത്ത ഒരു വെറൈറ്റി എഗ്രിമെന്റുമായിട്ട് വരും, ലവ് എഗ്രിമെന്റ്. ഈ അഗ്രിമെന്റ് പ്രകാരം 10 ദിവസത്തിനകം ബെല്ലോൺ ചേച്ചി തമ്മിൽ പ്രേമത്തിലായില്ലെങ്കിൽ പിന്നെ പ്രകാശ് സാർ അവനെ ബുദ്ധിമുട്ടിക്കാനേ പാടില്ല. കളഞ്ഞു കിട്ടിയൊന്നല്ലോ, സ്വന്തം മോളുടെ കാര്യമല്ലേ, അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് അങ്ങനെ അപ്പം തന്നെ ഒപ്പിട്ട് കൊടുത്തു. ഇവിടെ നിന്ന് ഇറങ്ങിയ ബെല്ലോണം കിട്ടിയ 10 ദിവസം കൊണ്ട് ചേച്ചിയെ എങ്ങനെ വളയ്ക്കാമെന്ന് പ്ലാൻ ഇടുന്നതാണ് അടുത്തത്. സൗന്ദര്യം, ബുദ്ധി, സംഗീതം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും 99% പെൺകുട്ടികളുടെയും വീക്കിന്. ഇതിലേതായുധം പ്രയോഗിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഏതായാലും സൗന്ദര്യം വേണ്ട. അല്ല, ബുദ്ധിയും സൗന്ദര്യവും വേണ്ട. ഓക്കെ, സംഗീതം. ഇവളാണ് മോനെ ആൺകുട്ടി. എനിക്ക് അവനെ കണ്ടപ്പോ തന്നെ ഒരു അടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കലാണല്ലോ ബെല്ലോണന്റെ മെയിൻ പണി. പക്ഷെ ഒരേ സമയം 2-3 പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യാന്? അതായത് നബചേച്ചിയെ വീഴ്ത്താനായിട്ട് ഒലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ കൊല്ലാനായിട്ട് വേറെ കുറെ ഗുണ്ടകൾ വരുന്നത്. അവരെയൊക്കെ ബെല്ലോണൻ അടിച്ചോടിച്ചെങ്കിൽ അതൊക്കെ ബെല്ലോണന്റെ തന്നെ പ്ലാൻ ആണെന്ന് പറഞ്ഞ് ചേച്ചി പുച്ഛിച്ച് തള്ളു. പക്ഷെ ആ സമയത്താണ് വേറൊരാൾ ആ വഴി ക്രോസ് ചെയ്ത് പോകുന്നത് ബെല്ലോണൻ ശ്രദ്ധിക്കുന്നത്. 6ാം ക്ലാസ്സിൽ വെച്ച് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ തേച്ചൊട്ടിച്ച അനുചേച്ചി. ബെല്ലോണം പേര് വിളിച്ചതിന് ലെവൽ പോയി ഒളിക്കും. എങ്ങനെയെങ്കിലും അണ്ണന്റെ കണ്ണിപ്പെടാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് അവൾ ഇരിക്കുമ്പോഴത്തേക്കും അണ്ണ നേരെ വന്ന് ഫ്രണ്ടിൽ ചാടും. അവൾ ആ സ്പോട്ടിൽ എക്സ്പ്രഷൻ മാറ്റും. ലൈക്ക് ഓന്ത് മാറൂല ഇങ്ങനെ. സീനു നീയോ? എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം.
വഴിയിൽ വെച്ച് കണ്ടവരെ വീട്ടിലോട്ട് ചായ കുടിക്കാൻ വിളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ വഴിയിൽ വെച്ച് കണ്ട തേപ്പുകാരിയെ വീട്ടിലോട്ട് താമസിക്കാൻ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വന്നില്ലെങ്കിൽ ചെള്ളയടിച്ച് പൊട്ടിക്കുമെന്നും കൂടെ പറഞ്ഞാലോ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവന് കൊതിയുള്ള ആരായാലും പോവില്ലേ? അങ്ങനെ അനുചേച്ചിയും ബെല്ലോണനും കൂടെ ബെല്ലോണന്റെ വീട്ടിലോട്ട് ചെല്ലുന്നു. പിന്നെ ബെല്ലോണന് പണ്ട് തേപ്പ് കിട്ടുകയാണെന്നുള്ള യാതൊരു പരിഭവവും ഇല്ല. ഹി ഈസ് വെരി 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 ഹാപ്പി ടു സീ ഹർ. അണ്ണൻ അഭിനയം അത്ര വശമില്ലാത്തതുകൊണ്ട് അതങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പുറത്താണെങ്കിൽ അനുചേച്ചി ഫുൾ ടൈം ആശങ്കയിലാണ്. അത് പിന്നെ ചേച്ചി ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴേ നമുക്കറിയാലോ. എന്തായാലും വീട്ടിലേക്ക് എത്തിയ 2 അഭിനയ കുലപതികൾ അവരുടെ പഴയ ഓർമ്മകളായി ഇറക്കുന്ന സീനാണ് അടുത്തത്. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല, എനിക്കേ അറിയൂ. ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. ഇത് കണ്ടോ, പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റ് പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ചോ, അല്ലെ കൊണ്ട് പുഴുങ്ങി തിന്ന്. അപ്പൊ നമ്മുടെ നവചേച്ചിക്ക് ബെല്ലോണനെ തീരെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, അങ്ങേറെ ഫ്രണ്ട്സിനോടൊക്കെ അന്യായ ഫ്ലേട്ടിങ്ങും, ചില സമയത്ത് എല്ലാവരോടും ഒരുമിച്ചൊക്കെ. പിന്നെ വാക്കിന് വിലയില്ലാത്ത ബെല്ലോണൻ ഇതൊക്കെ തന്നെ കൂടുതലാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ഉണ്ടെങ്കിലും ബെല്ലോണൻ ഏതോ പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ നവചേച്ചി ആകെ പൊസസീവായിട്ട് വെള്ളം അടിച്ച് ലെക്കും കെട്ട് പാതിരാത്രിക്ക് വീട്ടിൽ കയറി ചെല്ലും. എന്നിട്ട് അവൾ എന്തായാലും വീഴില്ല, പക്ഷെ അവൻ അവളെ മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് ഓർഡർ ചെയ്യും. ഇപ്പൊ തന്നെ ഈ പടം തുടങ്ങിയിട്ട് 45 മിനിറ്റ് ആയി. ഇതിന്റെ ഇടയ്ക്ക് വാക്കിന് വിലയുള്ള ഒരാളെങ്കിലും നിങ്ങൾ കണ്ടോ? അതാണ് ഈ സിനിമയുടെ വിജയം. ഓരോ സീനിലും ട്വിസ്റ്റ്. അപ്പൊ സ്ഥിരതയില്ലാത്ത നായകന് സ്ഥിരതയില്ലാത്ത നായികയായി, സ്ഥിരതയില്ലാത്ത കൂട്ടുകാരായി, സ്ഥിരതയില്ലാത്ത തേപ്പുകാരിയായി. ഇനി വേണ്ടത് സ്ഥിരതയില്ലാത്ത അമ്മായിയപ്പൻ, അതായത് നമ്മുടെ പ്രകാശ് സാർ. പ്രകാശ് സാറിന് ആദ്യം അങ്ങേറെ മോളോട് ഇഷ്ടം പറഞ്ഞതിന് ബെല്ലോണനെ കൊല്ലാൻ നോക്കിയെങ്കിലും തീരെ താല്പര്യമില്ലാതെ എഗ്രിമെന്റ് സൈൻ ചെയ്തെങ്കിലും പോകെ പോകെ അങ്ങേറെ മോളെ ബെല്ലോണൻ ഇനി എങ്ങാനും വളയ്ക്കാതിരിക്കുമോ എന്നുള്ള പേടി വന്നു തുടങ്ങി. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മോളുടെ ഭാവിയെ കരുതിയിട്ടാണെന്ന്. പക്ഷെ അങ്ങനല്ല. ബെല്ലോണൻ വളച്ചാലല്ലേ നവചേച്ചി അറ്റാക്ക് ചെയ്യാൻ വരുന്നവർ ബെല്ലോണനെ തട്ടു. അപ്പൊ നവചേച്ചി അറ്റാക്ക് ചെയ്യാൻ ആളെ വിടുന്നത് പ്രകാശ് സാറാണോ? അല്ല, അത് ജയിലിൽ കിടക്കുന്ന സോനു സാർ. സോനു സാർ എന്തിനാ നവചേച്ചി അറ്റാക്ക് ചെയ്യാൻ ആളെ വിടുന്നത്? അത് അങ്ങേറെ ചേച്ചിയെ വിളിച്ചോണ്ട് പോയി പ്രകാശ് എണ്ണ കെട്ടാൻ നോക്കിയപ്പോൾ തടുക്കാൻ ചെന്ന തന്ത വിളക്കിൽ തന്നെ വീണ് ചാവും. അത് കണ്ടെന്ന ചേച്ചി ആ വിളക്ക് തന്നെ ഊരിയെടുത്ത് അവരും കുത്തിച്ചാവും. ഇത് കണ്ട സോനു എണ്ണം പ്രകാശ് സാറിന്റെ ഗുണ്ടയെ കുത്തും. അപ്പൊ പക്ഷേ ഇതിന് പ്രകാശ് സാറിനെ അല്ലേ കൊല്ലേണ്ടത്? എന്തിനാ നവചേച്ചിയെ കൊല്ലാൻ ആളെ വിടുന്നത്? കാരണം ഓൾറെഡി പ്രകാശ് സാറിന്റെ മൂത്ത മോളെ അനുചേച്ചിയെ സോനു എണ്ണം പ്രേമിച്ച് പറ്റിച്ച് അവൾ അതിന്റെ ദണ്ണത്തിൽ ചാടി ചത്തതുകൊണ്ട്. അപ്പൊ അനുചേച്ചി ശരിക്കും ചത്തോ? ഇല്ല. ഈ കാര്യം പ്രകാശ് സാറിന് അറിയാമോ? ഇല്ല. ഈ കാര്യം സോനു സാറിന് അറിയാമോ? ഇല്ല. ഈ കാര്യം നവചേച്ചിക്ക് അറിയാമോ? ഇല്ല. ഈ കാര്യം ബെല്ലോണൻ അറിയാമോ? അറിയാം. ഇപ്പൊ അറിയാം. അപ്പൊ ഇനിയിപ്പോ ബെല്ലോൺ എന്ത് ചെയ്യും? അപ്പൊ പക്ഷേ ഇതൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ബെല്ലോണൻ നവചേച്ചിയെ വളയ്ക്കാനായിട്ട് പല പരിപാടികളും നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസമാണ് മേക്കപ്പ് ഇട്ട് സ്വിമ്മിങ്ങിന് പോകാനിരുന്ന നവചേച്ചിയെ സ്വിമ്മിങ് പഠിപ്പിക്കാൻ നീന്തലറിയാത്ത ബെല്ലോണം വരുന്നത്. അപ്പൊ ചേച്ചി പറയും 10 അടി പൊക്കത്തിൽ നിന്ന് ചാടി പുറത്ത് വരാതെ 2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ചേച്ചി പ്രേമിക്കാം. നമ്മുടെ ബെല്ലോണന് വാക്കിന് വിലയില്ലെന്ന് മാത്രമല്ല വകതിരിവും തീരെയില്ല. അങ്ങേരെ ഡൈവിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വെള്ളത്തിലോട്ട് എടുത്ത് ചാടും. വെള്ളം കുടിച്ച് ചാവണ്ടാന്ന് കരുതി കൊടുക്കാൻ നവചേച്ചി തന്നെ അണ്ണനെ വന്ന് രക്ഷപ്പെടും. അപ്പൊ അണ്ണൻ പറയും, നിന്റെ പ്രണയത്തിന് വേണ്ടി ഒരു തവണയല്ല 100 തവണ ചാടാൻ പോലും ഞാൻ തയ്യാറാണ്. എന്തായാലും ആ ബെല്ലോട് കൂടി പ്രേമം കൺഫർമേഷൻ പാട്ടൊക്കെ സൂപ്പർ തന്നെ. പക്ഷെ അടിച്ച പെണ്ണുമ്പിളെ കൊണ്ട് തന്നെ വടിച്ചിറക്കിപ്പിക്കുന്ന ഒരു ശീലം അണ്ണനുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അനുചേച്ചിയെ വിട്ടിട്ട് അനിയത്തിയെ പിടിച്ചെന്ന്. ചേച്ചി വന്ന് ഫസ്റ്റ് ലവ്, അനിയത്തി ജസ്റ്റ് ലവ്. ഇത് രണ്ടും ഒന്നല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷെ ഇവ തമ്മിൽ ആമയും ആമവാദവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതായത് ഈ ജസ്റ്റ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ കെട്ടിയോളായിരിക്കും, അതുകൊണ്ട് തന്നെ കൂടെ കാണും. പക്ഷെ ഫസ്റ്റ് ലവ് വല്ലവന്റെയും കെട്ടിയോളായിരിക്കും. പക്ഷെ അവിടെ കൊള്ളുന്ന ഓരോ അടിയും നമുക്ക് ഇവിടെ വേദനിക്കും. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല, കാണിച്ച് തന്നെ തരണം. ചില നടിമാരൊക്കെ ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ട് ഔട്ടായി എന്നുള്ളതിന് നമുക്കൊരു കാരണമൊന്നും പറയാനുണ്ടാവില്ല. പക്ഷെ അനുചേച്ചി എന്തുകൊണ്ട് ഔട്ടായെന്നുള്ളതിന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര നാച്ചുറൽ ആയിട്ടാണ് അവർ അഭിനയിക്കുന്നത്. വൈറ്റ് വാഷ് ചെയ്ത കോൺക്രീറ്റ് പോലെ. പിന്നെ ചേച്ചിയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അച്ഛനോടുള്ള പക പോക്കാനായിട്ട് പ്രേമിച്ച് പറ്റിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച സ്വന്തം അനിയത്തെ കൊല്ലാൻ നോക്കുന്ന സോനു അണ്ണനെ വീണ്ടും പ്രേമത്തിൽ വീഴ്ത്താൻ നോക്കുന്ന ഒരു വട്ട് ക്യാരക്ടറിനെയാണ് ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിർവികാരഭാവം കറക്റ്റാണ്. പക്ഷെ ചേച്ചിക്കും കൂടെ ചേർത്ത് കുറച്ചൊക്കെ കയ്യിൽ വിട്ട് അപ്പുറത്ത് നിന്ന് ബെല്ലോണം തകർക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കഥ ഒരു ഇൻസെപ്ഷൻ ലെവലിലേക്ക് പോകാൻ പോവാണ്. ഫോളോ ചെയ്തില്ലെങ്കിൽ ആ ഫ്ലോ എങ്ങ് പോകും. അപ്പൊ ജയിലിൽ കിടക്കുന്ന സോനു സാർ നവചേച്ചിയെ കൊല്ലാൻ ആളെ വിടുന്നുണ്ട്. ബെല്ലോണം സോനു സാറിന് ജയിലിൽ നിന്ന് ഇറങ്ങി നവചേച്ചിയെ പിടിച്ച് കൈ കൊടുക്കും. എന്നിട്ട് പാതിരാത്രി വീട്ടിൽ കയറി ചെന്ന് നവചേച്ചിയെ പോയിക്കൊണ്ട് പ്രകാശ് സാറിന്റെ വീട്ടിലാക്കിയിട്ട് നവചേച്ചി അങ്ങനെ ഇമാജിനേഷൻ ആണെന്ന് പ്രകാശ് സാറിനോട് തന്നെ പറയും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബെല്ലോണം നേരെ നവചേച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന സോനു സാറിന്റെ വീട്ടിൽ ചെന്നിട്ട് അനുചേച്ചിയുടെ പ്രേതം കയറിയ പോലെ ഡ്രോപ്പും ഡ്രൈപ്പും ഡാൻസും നടത്തും. എന്നിട്ട് ഇതിനിടയ്ക്ക് അനുചേച്ചിയും പ്രകാശ് സാറിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരും ഇങ്ങനെ ഇമാജിനേഷൻ ആണെന്ന് പറയും. എന്നിട്ട് ഇമാജിനേഷൻ അല്ലാതെ റിയൽ ആയിട്ടുള്ള നവചേച്ചിയെ കൊണ്ട് സോനു സാറിനെ വിളിപ്പിച്ചിട്ട് ചേച്ചി സോനു സാറിന്റെ വീട്ടിലല്ല പ്രകാശ് സാറിന്റെ വീട്ടിലാണെന്ന് പറയുമ്പോഴത്തേക്ക് റിയൽ ആയിട്ടുള്ള സോനു സാർ വന്ന് റിയൽ ആയിട്ട് ചേച്ചിയെ പൊക്കി കൊണ്ടുവന്ന് ബെല്ലോണിന് കൊടുത്തിട്ട് വിളിച്ചോണ്ട് പൊക്കോളാൻ പറയും. പക്ഷെ അതിനിടയ്ക്ക് റിയൽ ആയിട്ടുള്ള അനുചേച്ചി പ്രേതമായിട്ട് ലൈറ്റ് ഇട്ട് വന്നെടുത്ത വീഡിയോ കണ്ടിട്ട് അനുചേച്ചിയുടെ പ്രേതമായിട്ടുള്ള കല്യാണത്തിന് സോനു സാർ റെഡിയാവും. പ്രേതം റിയൽ അല്ലെങ്കിൽ കല്യാണം സെറ്റപ്പ് ഒക്കെ റിയൽ ആണ്. പക്ഷെ താലി കിട്ടുന്നതിന് തൊട്ട് മുമ്പ് അനുചേച്ചി പ്രേതമല്ല റിയൽ ആണെന്ന് കാണുന്ന ഒരു വീഡിയോ കണ്ട സോനു സാർ ബെല്ലൻ സാറുമായിട്ട് തല്ലുണ്ടാക്കും. എന്നിട്ട് ഒടുവിൽ റിയൽ ആയ അനുചേച്ചി ബെല്ലോണം ഗോസ്റ്റ് ആവാതിരിക്കാനായിട്ട് സോനു സാറിനെ പ്രേതമാക്കാൻ നോക്കുമ്പോൾ ആ ബുള്ളറ്റ് സ്വന്തം ബൈസെപ്സിൽ ഏറ്റുവാങ്ങി റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് ബെല്ലോണം കാണിച്ചു കൊടുത്തുകൊണ്ട് സോനു സാർ റിയൽ ആയ അനുചേച്ചിയെ റിയൽ ആയിട്ട് അങ്ങ് കിട്ടും. കൂടെ ബെല്ലോണം നവചേച്ചിയെ അങ്ങ് കിട്ടും. അതോടെ പാട്ടം ഫിനിഷ്. മതി, ഇത് മതി, ഇത് ധാരാളം മതി.
എന്തെങ്കിലും മതിയല്ലോ. ഇതെന്താണെന്ന് ഇപ്പൊ ആരോട് ചോദിക്കാൻ? പിന്നെ തിരുനെൽവേലി തില്ലാലങ്കടി സ്വാമികൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോശം സിനിമകൾ എപ്പോഴും സമയദോഷം കൊണ്ടുണ്ടാവുന്നതാണ്. എടുക്കുന്നവന്റെ അല്ല, കാണുന്നവന്റെ സമയദോഷം. ചില സിനിമകളുണ്ട് സമയം നോക്കാൻ പോലും സമയം തരാതെ അങ്ങ് തരും. പക്ഷെ വേറെ ചില പടങ്ങളുണ്ട് സമയം നോക്കി നോക്കി സമയം കളയേണ്ടി വരും. എന്നാ ഇനി അങ്ങനെ ഒരു പടം കാണാം. അതിനുവേണ്ടി എല്ലാവരും കണ്ണുകളടച്ച് ഭക്തിസാന്ദ്രമായി കൈകൾ കൂപ്പി നിങ്ങളുടെ ഇഷ്ടദേവനെ മനസ്സിൽ വിചാരിച്ചുകൊള്ളുക. അദ്ദേഹം പ്രത്യക്ഷപ്പെടും. He who knows not, who knows? He who knows not.